നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലൂടെ എത്തി ബിഗ് സ്ക്രീനിൽ തന്റേതായ ഇടം നേടിയ താരമാണ് ആശാ ശരത്. സൂപ്പർ താരങ്ങളുടെയെല്ലാം നായികയായി മലയാളത്തിൽ തിളങ്ങി നിൽക്കുകയാണ് താരം. മലയാളത്തിനു പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും അഭിനയിച്ച താരമാണ് ആശാ ശരത്. നായികാ വേഷങ്ങൾക്ക് പുറമെ സഹനടിയായുള്ള റോളുകളിലും നടി മോളിവുഡിൽ അഭിനയിച്ചു. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നായികയായി എത്തിയ ആശയെ പ്രേക്ഷകർക്ക് സുപരിചിതനാക്കിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായ കുങ്കുമപ്പൂവായിരുന്നു. അഭിനയത്തിന് പുറമെ നർത്തകി എന്ന നിലയിലും തിളങ്ങി നിൽക്കുകയാണ് താരം. നിരവധി സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിച്ച ആശാ ശരത് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തി. ഇപ്പോൾ മ്യൂസിക് റിയാലിറ്റി ഷോയിൽ ജഡ്ജായും താരം എത്തുന്നുണ്ട്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു താരത്തിന്റെ 49ാം പിറന്നാൾ. മക്കളും മരുമകനും ഭർത്താവും അമ്മയും ഒക്കെയായി ഒരു കിടിലൻ സർപ്രൈസാണ് ആശയ്ക്ക് ഒരുക്കിയത്. സഹപ്രവർത്തകരും ആശയ്ക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കിയിരുന്നു. ഭർത്താവും അമ്മയും ഫ്ലോറിലേക്ക് എത്തിയിരുന്നു. ശരത്ത് പിന്നിൽ വന്ന് കണ്ണുപൊത്തിയാണ് ആശയെ ഞെട്ടിച്ചത്. അമ്മയും അങ്ങനെ തന്നെ മക്കളായ കീർത്തനയും ഉത്തരയും വീഡിയോ കോളിൽ എത്തിയാണ് ആശയ്ക്ക് ആശംസകൾ അറിയിച്ചത്. ഉത്തരയ്ക്കൊപ്പം ഭർത്താവ് ആദിത്യയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഡെയ്ൻ ഡേവിസും ആയുള്ള ഒരുപാട് ചിരി നിമിഷങ്ങളും ആശയുടെ പിറന്നാൾ ദിനം നടന്നു. എന്നാൽ സന്തോഷ നിമിഷങ്ങൾക്കൊപ്പം ഏറെ വികാരാധീനയായാണ് ആശാ ശരത്ത് സംസാരിച്ചത്. താൻ കുറെ കാലമായി പിറന്നാൾ ആഘോഷമൊന്നും നടത്താറില്ലെന്നും അതിന് തോന്നാറില്ല എന്നുമാണ് ആശ പറഞ്ഞത്. അതിനു കാരണമായി പറഞ്ഞത് സഹോദരങ്ങളുടെ വേർപാടാണ്. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ 2 സഹോദരങ്ങളെയും ദൈവം വിളിച്ചു. എന്റെ അടുക്കൽ നിന്നും അവർ ദൂരേക്ക് പറന്നു പോയി. ഇപ്പോൾ അവർ ഈശ്വരപാദം പുൽകി. ഞാൻ ഇന്ന് ജീവിതത്തിൽ ഒറ്റയ്ക്കായിപ്പോയി. ആകെയുള്ളത് ശരത്തേട്ടനും അമ്മയും മക്കളും മാത്രമാണ്. ഇപ്പോഴും വേണുചേട്ടൻ എന്റെ കൂടെയുണ്ട്. ഇപ്പോഴും ബലിതർപ്പണം ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാൻ ശരത്തേട്ടൻ സമ്മതിച്ചിട്ടില്ല. നമ്മൾ സമ്പൂർണമായി ബലിതർപ്പണം ചെയ്താൽ ആത്മാവ് ഈ ലോകം വിട്ടുപോകുമെന്നാണ് ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസം. കാരണം എന്റെ ചേട്ടൻ ഈ ലോകം വിട്ടുപോയാൽ ഞാൻ ഈ ലോകത്ത് ജീവിക്കില്ല. അതുകൊണ്ട് തന്നെ ബലിതർപ്പണം ഞാൻ മരിക്കും വരെയും ചെയ്യില്ല. ആളുകൾ പറയാറുണ്ട് ചെയ്യണമെന്ന്, പക്ഷേ അതിനുള്ള മനഃശക്തി എനിക്കില്ല. ഇപ്പോഴും ഞാൻ പെരുമ്പാവൂരിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വേണുചേട്ടന്റെ പ്ലേറ്റ് ഞാൻ എടുക്കും. ഇന്നും ഞാൻ ഏട്ടനെ കാണാറുണ്ട്. എന്റെ കൂടെ തന്നെയുണ്ടെന്നാണ് ആശ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞത്. അതേസമയം കൈനിറയ ചിത്രങ്ങളാണ് ഇപ്പോൾ താരത്തിനുള്ളത്. മിക്ക ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെയും ഭാഗമാകാനും പ്രേക്ഷകരുടെ പ്രീതി നേടാനും കുറഞ്ഞ കാലം കൊണ്ട് ആശാ ശരത്തിന് കഴിഞ്ഞു. കുങ്കുമപ്പൂവിലെ പ്രൊഫസർ ജയന്തിയാണ് തനിക്ക് എല്ലാ ഭാഗ്യങ്ങളും കൊണ്ടുതന്നതെന്ന് ആശാ ശരത്ത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. വളരെ ബോൾഡായതും നാടനായതുമായ കഥാപാത്രങ്ങളിലൂടെയും പ്രീതി സമ്പാദിക്കാൻ താരത്തിന് കഴിഞ്ഞു. ഫ്രൈഡേ എന്ന ചിത്രത്തിലൂടെയാണ് ആശാ ശരത്ത് സിനിമയിലേക്ക് എത്തിയത്. പിന്നീട് ഒട്ടനേകം ചിത്രങ്ങളിൽ മലയാളത്തിലെ മുൻനിര താരങ്ങളോടൊപ്പം അഭിനയിക്കാൻ ആശാ ശരത്തിന് അവസരം ലഭിച്ചു. നടി എന്നതിനേക്കാൾ ഉപരി നല്ല ഒരു ഡാൻസർ കൂടിയാണ് താരം. മലയാളത്തിന് കുറെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ താരം അഭിനയിച്ചു.